ഈ ഈമാനിനെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളെയും ഒന്നിച്ച് സമാധാനത്തോടെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഒന്നും തരും. അഗാധമായ വിശ്വാസം. അഗാധമായ വിശ്വാസം എങ്ങനെ മനസ്സിലാകുക? പ്രതിസന്ധി ഇങ്ങനെ മൂത്ത് വരും, രോഗം ഇങ്ങനെ കൂടി വരും. ആദ്യ ഘട്ടത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കും, അവസാന ഘട്ടത്തിൽ പിടുത്തം വിടും. ആ പിടുത്തം വിടുന്ന സമയത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? അപ്പോഴാ വിശ്വാസം പരീക്ഷിക്കപ്പെടും. അഗാധമായ വിശ്വാസമുണ്ടോ അപ്പൊ പിടിച്ചു നിൽക്കും അല്ലെ? ഓടിയപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊന്നും മൂസാ നബി ഇസ്ലാം ക്ഷമ കൈവിട്ടില്ല. അവസാനം ഒന്നില്ലെങ്കിൽ മുങ്ങി മരിക്കുക, അല്ലെങ്കിൽ ഫിറഔൻ കൊന്നുകളയാ എന്ന ഘട്ടത്തിൽ കൈവിട്ടോ? ഇല്ല. ആ സമയത്തും അദ്ദേഹം കൈവിട്ടിട്ടില്ല. അതുകൊണ്ടാ വിശ്വാസം അത്രയും ശക്തമായതുകൊണ്ടാണ് അവസാനം കൈവിട്ടത്. അവസാന നിമിഷവും കൈവിടാതെ നിലനിൽക്കുക. രോഗം അതിന്റെ എല്ലാ പരിധികൾ വിടുമ്പോഴും, കടം അതിന്റെ എല്ലാ പരിധികൾ വിട്ടു പോകുമ്പോഴും, കുടുംബ പ്രശ്നങ്ങൾ അതിന്റെ എല്ലാ പരിധികൾ വിട്ടു പോകുമ്പോഴും അവസാന നിമിഷവും പിടിച്ചു നിൽക്കുക. അതാണ് അൽ ഈമാൻ അൽ അമീഖ്, അഗാധമായ ഈമാൻ. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകന്മാർ പിടിച്ചത് അതുകൊണ്ടാണ്. ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീ കിട്ടപ്പോൾ പതറിയില്ലല്ലോ, അവസാന നിമിഷം പതറിയില്ല. തീക്കുണ്ടാരങ്ങൾ ഉണ്ടാക്കി തീ കത്തിച്ചു, അപ്പോഴൊക്കെ ക്ഷമിച്ചു നിന്നു. അവസാനം തീ കിട്ടപ്പോൾ ക്ഷമിച്ചില്ല, അപ്പോഴും അതേ ക്ഷമ കൈക്കൊണ്ടു. അവസാന നിമിഷവും പിടിച്ചു നിൽക്കാൻ ആ വിശ്വാസം കൊണ്ട് മാത്രമേ. രണ്ടാമത്തെ എന്താണ്? ഈമാൻ എങ്ങനെ നമ്മുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന പറഞ്ഞു. രണ്ടാമത്തെ തവക്കുലാണ്. തവക്കുൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് സുഹൃത്തുക്കളെ തവക്കുൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭത്തിലും എന്നെ അള്ളാഹു കാത്തുകൊള്ളും. അപ്പൊ എനിക്ക് ഞാനല്ലാത്ത ഒരു കാവലുണ്ട് എൻ്റെ കൂടെ. എൻ്റെ എല്ലാ കഴിവുകൾക്കും അപ്പുറത്ത് എന്നെ സഹായിക്കാൻ എൻ്റെ അള്ളാഹു കാരുണ്യത്തോടെ എൻ്റെ ഒപ്പം. അതാണ് ആ വിശ്വാസം തവക്കുൽ. അപ്പൊ തവക്കുൽ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടും വിഷമവും പരിഹരിക്കുകയും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കല്ല, അതൊക്കെ പരിഹരിക്കാൻ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ് തവക്കുൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോൾ വരുമ്പോഴും അത് അള്ളാഹിനെ ഏൽപ്പിച്ചതല്ലേ, ഇതിന് പരിഹാരം അള്ളാഹ് ഉണ്ടാക്കും എന്ന് വിശ്വസിച്ച് നിലനിൽക്കാൻ കഴിയുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പറഞ്ഞത് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, അല്ലാഹ് മതി എന്ന് എപ്പോഴാണ് പറഞ്ഞത്? മരണം മുന്നിൽ കാണുമ്പോഴും അല്ലാഹ് മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇതുവരെ അല്ലാഹ് മതി എന്ന് തന്നെ വിചാരിച്ച് ആ അള്ളാഹു മതി എന്ന അവസാന വാക്കിലും പറയാൻ കഴിയാന്നുള്ളതാണ്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, ചെയ്യേണ്ട കാര്യം ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി രാപ്പകലുകളുടെ മാറ്റങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ രാവും പകലും മാറി വരുന്ന സമയത്ത് മനുഷ്യന്റെ മാനസികാവസ്ഥകളും മാറുന്ന. ഒരു പകല് കിട്ടുന്ന ആ വെളിച്ചവും പ്രകാശമൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സ്, ചിലപ്പോൾ രാത്രിയിൽ ഒരു ഭീതിയും ഒരു പേടിയൊക്കെ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഈ മാറ്റങ്ങളെ തരണം ചെയ്യാൻ അള്ളാഹു വെച്ചതാണ് ഈ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ. അതൊക്കെ ഒഴിവുള്ളവർ ചെല്ലട്ടെ, സൗകര്യമുള്ളവർ ചെല്ലട്ടെ, കാണാതെ പഠിച്ചവർ ചെല്ലട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്ന സുഹൃത്തുക്കളെ. നമ്മുടെ കട്ടിലിന്റെ അപ്പുറത്ത് കിടന്ന് ഭാര്യ ചെല്ലുമ്പോൾ അവൾക്ക് അതിന്റെ ഗുണം കിട്ടും. നമ്മൾ ചെല്ലിയാൽ മാത്രമേ നമ്മുടെ ഈ മാനസികാവസ്ഥയെ പരിരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ സമാധാനം നമുക്ക് നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല. ദിക്റുണ്ടോ? മനസ്സങ്ങനെ ശാന്തമായി നിൽക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ചെല്ലണം. കേട്ടാ പോരാ, എപ്പോഴെങ്കിലും കോഴി വിട്ടുമ്പോൾ ഒന്നോ രണ്ടൊക്കെ വാചകം കാണാതെ പഠിച്ച് നമ്മൾ മുരുവിടണം. സന്ധ്യ മയങ്ങാൻ തുടങ്ങുമ്പോൾ, പ്രഭാതം കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് കുറച്ച് സമയം അത് നബി സല്ലല്ലാഹു പറഞ്ഞു അദ്കാർ സ്വബാഹുൽ മസാ ഉണ്ട്. ചില പ്രത്യേക ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ദുആഉൽ ഹംബ് വൽ കർബ് ഉണ്ട്. വിഷമങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന. ഇതൊക്കെ എന്താ? ഇത് ബാലൻസ് ചെയ്ത് പോകാനാണ്. നമ്മളെ മനസ്സ് തളരാതെ നമുക്ക് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. ഖൗലു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ഷൈഅ. വിഷമഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇതൊക്കെ എന്തിനാ പഠിപ്പിച്ചത്? നമ്മുടെ ഈമാൻ ശരിയായി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യണം. മൂന്നാമത്തെ കാര്യമാണ്. അപ്പൊ ആ ദിക്റുകൾ ചൊല്ലുന്നുണ്ടോ ഈ പ്രത്യേക സാഹചര്യത്തിലും സമയത്തിലും? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം എന്നാണ്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോണുകളും അതിൽ വരുന്ന വാർത്തകളും ഒക്കെ നമ്മുടെ മാനസിക നിലകളെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ സന്തുലിതമായി നിൽക്കണമെങ്കിൽ നമ്മളിതൊക്കെ ഇങ്ങനെ ചെല്ലും പറയും വേണം, അപ്പോഴേ അത് ഉണ്ടാവുള്ളൂ. നമ്മൾ പല വാർത്ത കേൾക്കണം, എനിക്കതില്ലല്ലോ, ഞാൻ അങ്ങനെ ആയില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് എനിക്ക് വരുമോ? ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ വരി വായിക്കുമ്പോഴും അതൊക്കെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പ്രാർത്ഥിക്കില്ല വെച്ചാൽ നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കില്ല സുഹൃത്തുക്കളെ? നമുക്കെതിരെ ഇടങ്ങേറ് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഇടങ്ങേറ് വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതല്ലേ പ്രാർത്ഥിക്കണം. പക്ഷേ ഇടങ്ങേറ് വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കണം. ഇപ്പൊ ആരോഗ്യത്തിന്റെ പ്രശ്നമല്ലല്ലോ, ഇപ്പൊ നമ്മൾ അള്ളാഹുവോട് പറയാൻ തരും, അല്ലാഹുമ്മ അസ്അലുക്കൽ മുആഫാത ഫിദ്ദുനിയ വൽ ആഖിറ. പടച്ചോനെ, ഇഹലോകത്ത് എനിക്ക് ആഫിയത്ത് തരണേ. അത് ഐസിയുവിൽ മറന്നു കിടക്കുമ്പോഴല്ല, ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവോട് ചോദിക്കണം, പടച്ചോനെ ഈ ആരോഗ്യം നഷ്ടപ്പെടും. അതാ പ്രാർത്ഥന. റഹായിൽ ഐശ്വര്യ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നമുക്കൊക്കെ ശീലമുണ്ടെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ നമ്മൾ പറയും ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. സുഹൃത്തുക്കളെ, ഇപ്പൊ നമുക്ക് സാമ്പത്തിക പ്രശ്നമില്ലല്ലോ, ഉണ്ടാക്കരുത് നല്ലതായിട്ട് പറയണം. ഇപ്പൊ നമുക്ക് ആരോഗ്യ പ്രശ്നമില്ലല്ലോ, ആരോഗ്യത്തിന് പ്രശ്നം വരരുത് എന്ന്. മൻ സറഹു അൻ യുസ്തജാബ ലഹു ഇൻദൽ കർബി വശദാഇദ് ഫൽയുക്തിരി ദുആ ഫി റഹാ. അല്ലാഹു റസൂൽ പറഞ്ഞതാണ് മൻ സറഹു അൻ യുസ്തജാബ ലഹു. അള്ളാഹിനോട് ചോദിച്ചതൊക്കെ കിട്ടണമെന്നേ ആർക്കെങ്കിലും അതിലാരെങ്കിലും സന്തോഷം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അതൊക്കെ പടച്ചോൻ തരിക. അതിൽ സന്തോഷം കാണുന്നുണ്ടെങ്കിൽ ഇൻദൽ കർബി, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുക്തിരി ദുആ, അവൻ എന്തിയുടെ പ്രാർത്ഥനകളെ അധികരിപ്പിക്കട്ടെ.
ഒരു പ്രശ്നമില്ലാത്തപ്പോൾ നല്ലോണം പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രശ്നങ്ങളുടെ സമയത്ത് നമ്മളെ പ്രശ്നങ്ങൾ തീർത്തിരുന്നാണ്. അപ്പം മാത്രം ചോദിക്കാൻ നിൽക്കണം, അല്ലാത്ത സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥന നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടെങ്കിൽ ഫലം നമ്മൾക്ക് മാനസികമായി കാണാൻ പറ്റുന്നതാണ്. പിന്നെ കഥാകാതരാണ് അല്ലേ, വിധി എന്ന് നമ്മൾ പറയും. വിധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം തരങ്ങൾ, ഒന്ന്, നമ്മുടെ വിധി എഴുതി പേന ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ വിധിയിൽ പറഞ്ഞത് നമ്മൾ അനുഭവിച്ചു പോകണം. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യമായത് വന്നാൽ ഇത് അല്ല എനിക്ക് എഴുതിയത് എനിക്ക് തന്നു എന്നാണ്. പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് വെച്ചാൽ അല്ല നമുക്കൊരു ദോഷം വരുത്തില്ല. ആ അള്ളാഹു നമുക്ക് തരുന്നതൊക്കെ ഹൈറാണ്. പക്ഷെ ദോഷകരമായി തോന്നുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ആപേക്ഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് ദോഷമായി തോന്നും. പക്ഷെ അള്ളാഹു നമുക്ക് അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇത് ഒന്ന് അല്ല ഇത് രേഖപ്പെടുത്തും. രണ്ടാമത്തെ ചിന്ത എന്താണ്, ഇതിനൊരു ഗുണം അല്ല കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. എന്തോ ഒരു ഗുണം ഇതുകൊണ്ട് അല്ല എന്നിൽ വിചാരിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണ്, ഒരു അഖീദയുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ പറഞ്ഞു, എനിക്കിതിൽ വിഷമങ്ങൾ വരുമ്പോഴേ എനിക്ക് അള്ളാനെ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അള്ളാനെ ഓർക്കാതെ ജീവിക്കുന്ന ഒരുത്തന് അല്ല ചെറിയൊരു ഷോക്ക് കൊടുത്താൽ അവനൊന്നും കൂടി ഭക്തിയോടുകൂടെ ജീവിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്, സുഭിക്ഷതകളും സന്തോഷങ്ങളും വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ എന്ത് ചെയ്യും, പലപ്പോഴും മറന്നു പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കഥാകഥനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് പതറാതെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നതാണ്. മറ്റൊന്ന് ക്ഷമയാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ വന്ന കാര്യത്തിൽ ബേജാറാകാതിരിക്കുന്നത് മാത്രമല്ല, ക്ഷമിക്കുന്നവന്റെ പ്രശ്നം അള്ളാഹു പരിഹരിക്കും. അപ്പോൾ ക്ഷമിച്ചോ ഇല്ലേ നോക്കുന്ന പറയണം. അതൊരു അസുഖം തന്നു, നമ്മൾ ക്ഷമിച്ചോ അല്ലത് മാറ്റും. ശത്രു നമ്മളെ ഭയപ്പെടുത്തി, നമ്മൾ ക്ഷമിച്ചോ ആ ശത്രുവിനെ അള്ളാഹു തുരത്തും. ക്ഷമ എന്നത് പ്രതിസന്ധികളെ സഹിക്കൽ മാത്രമല്ല, ക്ഷമ എന്നത് പ്രതിസന്ധികളെ പരിഹരിക്കുവാനുള്ള ഒരു വഴി കൂടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് പഠിച്ചു നോക്കും. ക്ഷമിക്കുന്നുണ്ട്, നമ്മൾ ആത്മസംയമനം കൈവരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹു എന്ത് ചെയ്യും, ആ പ്രശ്നത്തിനൊരു പരിഹാരമായി ഒരു കാര്യമായി അള്ളാഹു അത് നിശ്ചയിച്ചു. അത് ഏത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത് അവസാനമായി പറയുന്നൊരു കാര്യം, അള്ളാഹു ധാരാളം സന്തോഷ വാർത്തകൾ ഖുർആനിൽ പറയും. അതൊക്കെ നമ്മളിങ്ങനെ ഓതും പറയും കേൾക്കും ചെയ്യും. ഇൻ തൻസുറുല്ലാഹി യൻസുറുക്കും, നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹു നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ ഒട്ടേറെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ നമ്മൾ കേൾക്കണം. ഇനി ഖുർആൻ അർത്ഥം വായിക്കേ, തഫ്സീർ വായിക്കേ, അല്ലെങ്കിൽ അഖീദ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇരിക്കേ, അല്ലെങ്കിൽ അഖീദയെക്കുറിച്ച് പറയുന്ന എന്തെങ്കിലും സീരിയലുകളും പരമ്പരകളും നമ്മൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയും കാര്യങ്ങളുണ്ടാവും. ഞാൻ പറയാനുള്ളൊരു കാരണം, പല പ്രതിസന്ധികളും ആളുകൾ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ജൂൺ മാസം നമ്മുടെ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷം രക്ഷിതാക്കളും കുട്ടികളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അത്രമാത്രം പ്രതിസന്ധികളെ കൊണ്ടാണ് ആളുകൾ വീട് നിൽക്കുന്നത്. മരണങ്ങൾ, രോഗങ്ങൾ, ആക്സിഡന്റുകൾ, ഇതൊക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ വരും. ഈ സന്ദർഭത്തിലെല്ലാം മനസ്സിൽ വളരുന്ന സൗഭാഗ്യത്തിന്റെ വൃക്ഷത്തെ ഈമാൻ കൊണ്ട് വളം നൽകി ചികിത്സിച്ച് നിലനിർത്താൻ സാധിക്കുക എന്നതാണ് വിശ്വാസ രംഗത്ത് വിജയം.